കലാലയങ്ങളിൽ അവർ നിരന്തരമായി ജാതിയുടെ പേരിൽ നിറത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ലാഘവബുദ്ധിയോടുകൂടി കാണാൻ ഞാൻ കഴിയത്തില്ല. അതിശക്തമായ ഇടപെടൽ ഈ സമയത്തുണ്ടാകും. CSTS ഉൾപ്പെടെയുള്ള എല്ലാ സമാനീയതാദികളും മുഴുവൻ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഈ അനീതിക്കെതിരെയുള്ള വലിയ ഹർത്താൽ പ്രഖ്യാപിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തരമായി പോലീസ് നടപടി ഉണ്ടാകണം. ഇന്ന് തന്നെ ഉണ്ടായില്ലെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടിയിലേക്ക് ഞങ്ങൾ പോകും. അതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നടന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡറാണ്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രതികളെ ആരൊക്കെയോ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൂളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ പോലീസ് അറസ്റ്റ് നടപടികൾ വൈകുന്നതും നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതും. അതിൽ ശക്തമായ പ്രതിഷേധം CSTSന്റെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. സംഭവത്തിന്റെ ഗൗരവത്തെ പോലീസ് ലാഘവത്തോടെ കണ്ടതിന്റെ പരിണത ഫലമാണ് കണ്ണൂർ SP നടത്തിയ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ ലോണാപ്പിന്റെ കുഴപ്പമാണ് എന്നുള്ള നിലയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം കണ്ണൂർ SP നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ സംശയിക്കുകയാണ്. കേസ് അട്ടിമറിക്കാനും റാം ഉൾപ്പെടെയുള്ള HOD അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കാനും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിച്ചിട്ടുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. രാജിന്റെ മരണം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളായ ആളുകൾ ഇതുവരെ സംരക്ഷണത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. പ്രതികളെ ആരൊക്കെയോ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൂളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ പോലീസ് അറസ്റ്റ് നടപടികൾ വൈകുന്നതും നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതും. അതിൽ ശക്തമായ പ്രതിഷേധം CSTSന്റെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. സംഭവത്തിന്റെ ഗൗരവത്തെ പോലീസ് ലാഘവത്തോടെ കണ്ടതിന്റെ പരിണത ഫലമാണ് കണ്ണൂർ SP നടത്തിയ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ ലോണാപ്പിന്റെ കുഴപ്പമാണ് എന്നുള്ള നിലയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം കണ്ണൂർ SP നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ സംശയിക്കുകയാണ്. കേസ് അട്ടിമറിക്കാനും റാം ഉൾപ്പെടെയുള്ള HOD അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കാനും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിച്ചിട്ടുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഒരു VDS കോളേജിന് 300 ഏക്കറിലധികം സ്ഥലം വർഷങ്ങളായി കൈവശപ്പെടുത്തി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഭൂരഹിതരായ ആളുകൾ ഭൂമിക്ക് വേണ്ടി സമരം നടത്തുമ്പോഴാണ് 300-400 ഏക്കർ ചില ആളുകൾ കൈവശപ്പെടുത്തിക്കൊണ്ട് അട്ടിമറി നടത്തി. ഇതിന് കൂട്ടുന്നതാരാണെന്നുള്ള ഇപ്പോൾ അറിയേണ്ടത്. ഒരു ഗവൺമെന്റ് അറിയാതെ, ഗവൺമെന്റ് മിഷണറികൾ ചലിക്കാതെ എങ്ങനെയാണ് ഇത്രയും അധികം സ്ഥലം കൈവശപ്പെടുത്താനും അവിടെ കെട്ടിടം പണിയാനും അവിടെ കോളേജ് തുടങ്ങാനുള്ള അനുമതി ലഭിച്ചത്? ഏത് ഡിപ്പാർട്ട്മെന്റാണ് അറിഞ്ഞിട്ടുള്ളത്? വളരെ ദുരൂഹതയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപക്ഷെങ്കിൽ പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ പോലീസ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി സംരക്ഷിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പ്രമുഖ ദളിത് സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് അടിയന്തരമായി തന്നെ സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പട്ടിക വിഭാഗത്തിൽപ്പെട്ട നിരവധി കുട്ടികൾ ഇതുപോലെ മരണപ്പെടുന്നുണ്ട്. കലാലയങ്ങളിൽ അവർ നിരന്തരമായി ജാതിയുടെ പേരിൽ നിറത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ലാഘവബുദ്ധിയോടുകൂടി കാണാൻ ഞാൻ കഴിയത്തില്ല. അതിശക്തമായ ഇടപെടൽ ഈ സമയത്തുണ്ടാകും. CSTS ഉൾപ്പെടെയുള്ള എല്ലാ സമാനീയതാദികളും മുഴുവൻ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഈ അനീതിക്കെതിരെയുള്ള വലിയ ഹർത്താൽ പ്രഖ്യാപിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തരമായി പോലീസ് നടപടി ഉണ്ടാകണം. ഇന്ന് തന്നെ ഉണ്ടായില്ലെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടിയിലേക്ക് ഞങ്ങൾ പോകും. അതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നടന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡറാണ്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം കുടുംബത്തിന് ഗവൺമെന്റ് 1 കോടി രൂപ അടിയന്തരമായി നൽകണമെന്നും കൂടി CSTS സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുക.